DCB മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ജൂലൈ 9 വ്യാഴം. ഇന്നും തുടർന്നു വരുന്ന ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളാണ് ഷെയർ ചെയ്യുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക. ആദ്യത്തെ അറിയിപ്പ്: സംസ്ഥാനത്ത് കാലവർഷം ശക്തി പ്രാപിക്കുന്ന സാഹചര്യത്തിൽ വിവിധ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ജാഗ്രതാ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ മഴ തീവ്രമാകാനുള്ള സാധ്യത കണക്കിലെടുത്ത് കളക്ടർമാർ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. അടുത്ത അറിയിപ്പ്: ഇന്നലെ 2 തവണയായി 1600 രൂപ ഇടിഞ്ഞ സ്വർണ്ണവിലയിൽ ഇന്ന് നേരിയ വർധനയുണ്ടായിരിക്കുകയാണ്. പവന് 80 രൂപയാണ് വർദ്ധിച്ച് വീണ്ടും 1,50,000-ന് മുകളിൽ എത്തിയിരിക്കുന്നത്. 1,50,040 രൂപയാണ് ഒരു പവൻ സ്വർണത്തിന്റെ ഇന്നത്തെ വില. ഗ്രാമിന് ആനുപാതികമായി 10 രൂപ വർദ്ധിച്ചു 13,130 രൂപയാണ് 1 ഗ്രാം സ്വർണത്തിന്റെ ഇന്നത്തെ വില. അടുത്ത അറിയിപ്പ്: സംസ്ഥാന ഭാഗ്യക്കുറി വകുപ്പിന്റെ തിരുവോണം ബമ്പർ ലോട്ടറിയുടെ ഒന്നാം സമ്മാനത്തുക മുൻവർഷത്തെ 25 കോടി രൂപയിൽ നിന്നും ഇത്തവണ 30 കോടി രൂപയായി സർക്കാർ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇതോടെ രാജ്യത്തെ ഏറ്റവും ഉയർന്ന ലോട്ടറി സമ്മാനത്തുക നൽകുന്ന സംസ്ഥാനത്തെ പദവി കേരളം നിലനിർത്തിയിരിക്കുകയാണ്. എന്നാൽ മൂന്നാം സമ്മാനത്തുക 50 ലക്ഷത്തിൽ നിന്നും 25 ലക്ഷമായി കുറച്ചിട്ടുണ്ട്. 500 രൂപ നിരക്കിലുള്ള ഈ ലോട്ടറിയുടെ ഔദ്യോഗിക പ്രഖ്യാപനം ജൂലൈ 17-ന് നടക്കുമെന്നും സെപ്റ്റംബർ 26-നാണ് നറുക്കെടുപ്പ് നിശ്ചയിച്ചിട്ടുള്ളതെന്നും അധികൃതർ വ്യക്തമാക്കി. ഓൺലൈൻ വഴിയുള്ള ലോട്ടറി വിൽപ്പന പൂർണ്ണമായും നിയമവിരുദ്ധമാണെന്നും വ്യാജ ടിക്കറ്റുകളിൽ വഞ്ചിതരാകാതെ അംഗീകൃത ഏജന്റുമാരിൽ നിന്ന് നേരിട്ട് ടിക്കറ്റുകൾ വാങ്ങണമെന്നും ഭാഗ്യക്കുറി വകുപ്പ് ഡയറക്ടർ കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അടുത്ത അറിയിപ്പ്: 2026-27 അധ്യയന വർഷത്തെ നാഷണൽ മീൻസ് കം മെറിറ്റ് സ്കോളർഷിപ്പിന് അപേക്ഷിക്കാനുള്ള അവസരം ഇപ്പോൾ വന്നിരിക്കുകയാണ്. ജനുവരി 21-ന് നടന്ന നാഷണൽ മീൻസ് കം മെറിറ്റ് സ്കോളർഷിപ്പ് പരീക്ഷ എഴുതി സ്കോളർഷിപ്പിന് അർഹത നേടിയ വിദ്യാർത്ഥികൾക്ക് scholarship.gov.in മുഖേന പുതിയ അപേക്ഷ സമർപ്പിക്കാം. കൂടാതെ മുൻവർഷങ്ങളിൽ സ്കോളർഷിപ്പിന് അർഹത നേടിയ വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് പുതുക്കുന്നതിനുള്ള അപേക്ഷയും ഇതേ പോർട്ടൽ മുഖേന സമർപ്പിക്കാം. അപേക്ഷകൾ ഓഗസ്റ്റ് 31-നകം സമർപ്പിക്കണം. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന എന്നാൽ പഠനത്തിൽ മികവ് പുലർത്തുന്ന കുട്ടികൾക്ക് 9ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെ പഠന സഹായമായി പ്രതിവർഷം 12,000 രൂപ വീതമാണ് ലഭിക്കുന്നത്. സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയായിരിക്കണം. 7ാം ക്ലാസ് പരീക്ഷയിൽ കുറഞ്ഞത് 55% മാർക്ക് നേടിയിരിക്കണം. രക്ഷിതാക്കളുടെ വാർഷിക വരുമാനം 3.5 ലക്ഷം രൂപയിൽ താഴെയായിരിക്കണം തുടങ്ങിയവയാണ് യോഗ്യതകൾ. അടുത്തറിയിപ്പ്: സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ സംവിധാനത്തിൽ സമഗ്രമായ പരിഷ്കാരങ്ങൾ കൊണ്ടുവരാൻ സർക്കാർ ഒരുങ്ങുന്നതിന്റെ ഭാഗമായി അനർഹരെ ഒഴിവാക്കാൻ വീടുകളിൽ നേരിട്ടുള്ള ഫീൽഡ് പരിശോധനകൾ ഉടൻ ആരംഭിക്കും. നിലവിലെ സാമ്പത്തിക പ്രതിസന്ധി മൂലം അടുത്ത 5-6 മാസത്തേക്ക് പെൻഷൻ തുക 2,000 രൂപയായി തന്നെ തുടരുമെന്നും തുക വർദ്ധിപ്പിക്കുന്നതിലെ അന്തിമ തീരുമാനം അടുത്ത ബജറ്റിൽ മാത്രമേ ഉണ്ടാകുമെന്നും മുഖ്യമന്ത്രി VD സതീശൻ അറിയിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും പാവപ്പെട്ടവർക്ക് ആശ്വാസമായി വീട്ടിൽ AC ഉള്ളതുകൊണ്ടോ നല്ല ഫ്ലോറിംഗ് ഉള്ളതുകൊണ്ടോ മക്കൾക്ക് വരുമാനമുള്ളതുകൊണ്ടോ പെൻഷൻ കട്ട് ചെയ്യില്ലെന്ന രീതിയിൽ നിയമങ്ങളിൽ ഇളവ് വരുത്തും. ജൂലൈ മാസത്തെ പെൻഷൻ വിതരണം ജൂലൈ 21-ലെ സർക്കാരിന്റെ കടമെടുപ്പിന് ശേഷം ആരംഭിച്ച് ജൂലൈ 23 മുതൽ ബാങ്ക് അക്കൗണ്ടുകളിലും 26 മുതൽ നേരിട്ടും കൈകളിൽ എത്തി തുടങ്ങും. വളരെ പ്രധാനപ്പെട്ട ഈ വാർത്താ അപ്ഡേറ്റുകൾ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക.